അപ്പോൾ ദുബായിൽ ഞങ്ങൾ പ്രിയപ്പെട്ട മഹേഷേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരിക്കാം. കുറച്ച് നേരം പോയ കാലത്തെ കുറേ ഓർമ്മകളൊക്കെ ആയിട്ട് കുറച്ച് സംസാരം അങ്ങനെ തുടങ്ങണം. ഇതൊരു ഇൻ്റർവ്യൂ ആയിട്ടൊന്നും കാണാനില്ല. കുറേ നമ്മുടെ കലാജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്ന പൊരുതലുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു, നമുക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു ജനങ്ങളുടെ ഹൃദയത്തിൽ ഇഷ്ടമുള്ള ഒരാളായി മാറാനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ ഉള്ളൊരു അവസ്ഥയിലേക്ക് അവർ സ്നേഹിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്, ആ വന്ന വഴികളെ കുറച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ സ്റ്റുഡിയോയിൽ പിന്നെ അദ്ദേഹം ഇരിക്കുന്നതിന് മുമ്പ്, ദുബായിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് DM മീഡിയസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ കോഴിക്കോട് ബേബി മെമ്മറിൻ്റെ അടുത്തുണ്ട്. ഒരുവിധം നമ്മുടെ വർക്കുകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ, അന്ന് CD വാങ്ങിച്ചിട്ടുള്ളവർക്ക് CDൻ്റെ കവറിൻ്റെ മുകളിൽ കാണായിരുന്നു സ്റ്റുഡിയോ ഏതാണെന്നുള്ളത്, സൗണ്ട് എഞ്ചിനീയർ ആരാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ കരിയറിലെ ഏറ്റവും നല്ലത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള പാട്ടുകളുണ്ടല്ലോ, അതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു സ്റ്റുഡിയോ ആണ്. അപ്പോൾ അതിനെല്ലാം റെക്കോർഡിസ്റ്റായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. അതിലുപരി നമ്മളൊരു നല്ല ബ്രദർഹുഡ് സൂക്ഷിക്കുന്ന മഹേഷേട്ടനൊപ്പമുള്ള മഹേഷേട്ടൻ എന്തൊക്കെയാണ് പറയാനുള്ളത് അത് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി ആയിട്ട് ഇങ്ങനെ പറയാം. ഓക്കെ ഷാഫി, ഇത് വേറെ ഒന്നുമല്ല, നമ്മളെ പഴയ ഓർമ്മകൾ ഉണ്ടായിരുന്നു. ആ ഓർമ്മകൾ ഞാൻ ഇവിടെ കുറച്ചു കാലം കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ഓർമ്മകൾ, അത് ഒരു പെട്ടിയായിട്ട്, ഒരു പെട്ടി ഓർമ്മകളാണ് ഇവിടെ വെച്ചത്, ചെറിയൊരു പെട്ടി ഓർമ്മകൾ. അപ്പോൾ ആ പെട്ടി ഓർമ്മകളിൽ ഷാഫി ചിലപ്പോൾ എടുത്ത് ഷാഫിന്റെ ഓർമ്മകൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റുമോ? ഇത് സ്വപ്നമായ രൂപ കാണുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹാരി ക്ലാബ്സിൻ്റെ ബാനറിൽ ഹരിയേട്ടൻ്റെ എന്നുമൻ കൽപ്പിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ ഈ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ശശിയേട്ടനാണ് എൻ്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരുപാട് ഓർക്കസ്ട്രേഷൻ പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ DM മീഡിയസിൽ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ആ സമയത്ത് മനുണ്ട്, രമേശ്, രമേശ് നായർ, മ്യൂസിഷ്യനായ രമേശ്. അപ്പം മനു, അതുപോലെ മഹേഷേട്ടൻ, തേജേട്ടൻ, അങ്ങനെ കുറേ ആളുകൾ, ശശിയേട്ടൻ, ഡൊമിനിയേട്ടൻ, തനുജേട്ടൻ, കോഴിക്കോടിൻ്റെ എന്താ പറയുക കലാകാരന്മാരുടെ കൂട്ടത്തിൽ എണ്ണം പറഞ്ഞ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വന്നു പോയിക്കൊണ്ടിരുന്ന സ്റ്റുഡിയോ. അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. കാരണം ഇതിൻ്റെ ബേസിക്സ് ഒന്നും അറിഞ്ഞുകൂടാതെ കേവലം പാട്ടിനോടുള്ള ഒരു പാഷൻ കൊണ്ട് ഇറങ്ങി തിരിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജനപിന്തുണ കിട്ടുന്നതെന്ന് മനസ്സിലായ സമയത്ത് അതുമായിട്ട് അറിവുള്ളവരോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ സ്വപ്നമായിട്ടുള്ള രൂപയിൽ ഇങ്ങനെ തിരിച്ചിട്ട് നോക്കിയാൽ അന്ന് പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല കോർത്തു വച്ചതാക്കു വേണ്ടി, സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽവിൽ ഈ ഇഷ്ടമാകെ കാത്തു വച്ചതാർക്കു വേണ്ടി, ചൊല്ലു റജില, എന്റെ റജില. പക്ഷെ ഇതിലൊരു ഇത് പറയാ ഷാഫി, ഇത് ഷാഫി ഒരു രീതിയിൽ പാടി, പിന്നെ വന്ന് ഇത് പാടിയത് ഷാഫി ഉദിത് നാരായണന്റെ ഒരു ടോൺ വെച്ചിട്ടാണ് പിന്നെയും പാടി. അവസാനം ഈ മറ്റേ ടോണിൽ തന്നെ ഫിക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് രീതിയിൽ പാടി. ഇതും അതുപോലെ നിന്നെ എനിക്കിഷ്ടമാണ് അതും രണ്ട് സ്റ്റൈൽ പാടി നമ്മൾ അവസാനം ഫിക്സ് ചെയ്ത്. അതുപോലെ ഇതിനകത്തുള്ള മറ്റൊരു പാട്ടാണ് പ്രാണസഖി നീയൻ കൽവിൽ മോഹങ്ങൾ ഒരുപാട് ദാനം ചെയ്തു, പ്രണയക്കുടിലിൽ എന്നെ തനിച്ചാക്കി, ഇന്ന് നീ പോയതെവിടേക്ക് പൊന്നേ, ഇന്ന് നീ പോയതെവിടേക്ക് പൊന്നേ. ഇത് നവാസ് കോറത്ത് എന്ന് പറയുന്ന നവാസ് മാഷ് എഴുതിയിട്ടുള്ള പാട്ട് ഞാൻ ട്യൂൺ ചെയ്തു മറ്റൊരു വർക്കിൽ, അതായത് പ്രണയക്കുടിലിൽ എന്ന് പറഞ്ഞ വർക്കിൽ വന്നിട്ടുള്ള പാട്ടായിരുന്നു. പിന്നീട് ആ പാട്ട് ഹരിയേട്ടന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ പാട്ട് വാങ്ങിച്ച് ഞങ്ങൾ ഇതിനകത്ത് ചേർക്കുകയുണ്ടായത്. അപ്പോൾ ഈ പാട്ട് സലീത്ത് എന്ന് പറയുന്ന ഈ നമ്മുടെ വടകര വില്യാപ്പള്ളിയുള്ള
സലീത്ത്, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹംസ, അവരെല്ലാം ചേർന്ന് ചെയ്ത ഒരു വർക്കിൽ ഞങ്ങൾ ഈശൽ നജീബിൻ്റെ കടയിലിരുന്ന് ഉള്ള സൗഹൃദത്തിൽ ഞാൻ കിനാവും എന്ന മുൻകൽപ്പിലൊക്കെ ഞാൻ തന്നെയാണ് അവിടെ കൊണ്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു റീറ്റെയിൽ ഷോപ്പാണ്. അപ്പോൾ അവിടെ സെയിൽ ചെയ്യാൻ പോകുന്ന കാലത്ത് പരിചയപ്പെട്ട പരിചയത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു വർക്ക് ഉണ്ടാകുന്നത്. അതിനകത്ത് ഹംസ വിനീത് ശ്രീനിവാസന് കൂടെ ക്ലാസ്മേറ്റായിട്ട് പഠിച്ചുകൊണ്ട് വിനീതിൻ്റെ ഒരു സോങ് ഞങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തി. വിനീതിനെ ചെന്നൈയിൽ പോയി പാടിച്ചു. ആ ഓർമ്മകളൊക്കെ ഇപ്പം കണ്ണിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട്. ശ്രീനേട്ടൻ്റെ വീട്ടിൽ പോയത് വിനീത് അന്ന് ഒരു സിനിമയിൽ പാടിയിട്ടുള്ളൂ, കിളിച്ചുണ്ട മാമ്പഴത്തിലെ പാട്ട്. കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിൻ്റെ കൊലുസുമിട്ടൊരു ജത്തി കൂന്താലി പുലയൊരു അമ്പത്തി. ആ പാട്ട് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ കൂടിക്കൊള്ളും മെഹബൂബിയ എന്ന് തുടങ്ങുന്നൊരു പാട്ട്. അപ്പം നല്ല രസമായിട്ടൊന്ന് വിനീത പാട്ട് പാടി. പിന്നെ താജുഖാൻ്റെ പാട്ടുകളുണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ ഓർമ്മകളിലേക്ക് പോകുമ്പം അതുപോലെ അൻവർ സാദത്ത് അവരൊക്കെ പാടി, രേനത്ത പാടിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മുടെ എവർഗ്രീൻ ഹിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മാനിച്ച മറ്റൊരു സംഭവമാണ് ജലാൽ മാഗ്നസിൻ്റെ ബാനറിൽ നമ്മൾ തേജേട്ടൻ, മനു എല്ലാവരും ചേർന്ന് ചെയ്ത ദിൽ ഹേ ഫാത്തിമ. ഇത് നമ്മുടെ തലവര മാറ്റി മറിച്ചൊരു വർക്കായിരുന്നു. നിലവിലുണ്ടായിരുന്ന ഹിറ്റ് പാട്ടുകളും പണ്ടത്തെ കുറേ മാപ്പിള പാട്ടുകളും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇപ്പം നമ്മളൊരു 5-6 കൊല്ലം മുമ്പ് മാഷപ്പ് എന്ന് പറഞ്ഞ സംഭവം കേൾക്കും. അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാഷപ്പ് രൂപത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള വർക്കാണ്. അതിൻ്റെ പ്രോഗ്രാമിംഗ് ആണ് എടുത്തു പറയേണ്ടത്. മനുവും തേജേട്ടനും കൂടെ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമിങ് അത് വേറെ ലെവലിലാണ്. വെസ്റ്റേൺ ഹിന്ദുസ്ഥാനി എല്ലാം ചേർത്തുകൊണ്ട് പഞ്ചാബി, ബാംഗ്ഡ എല്ലാ റിതം സ്റ്റൈലും, അതുപോലെ അവസാനം നമ്മുടെ നാടൻ കർണാട്ടിക് ബേസ് ചെയ്തിട്ടുള്ള മൃദംഗം വരെ വായിപ്പിച്ചിട്ടുള്ളൊരു വർക്കാണത്. ഒരു പരീക്ഷണം പോലെ ചെയ്ത വർക്ക്. അപ്പോൾ ഈ വർക്ക് പിന്നെ ഈ കാണുന്ന ഫോട്ടോ നമ്മളവിടെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ബിയ മീഡിയാസിൽ നിന്ന് ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇത് കവറിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കഴുത്തിൽ ഒരു മാല കിടക്കുന്നതാണ്. അത് സത്യത്തിൽ മാലയല്ല, അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിൻ്റെ കേബിളുകൾ, മൈക്കിൻ്റെ കേബിളൊക്കെ എടുത്തിട്ട് കഴുത്തിൽ താജുക്ക തന്നെ ചുറ്റി. അതേപോലെ എൻ്റെ ഈ കാണുന്ന ഹെയർ സ്റ്റൈല് അദ്ദേഹം വെള്ളം നനച്ചിങ്ങനെ ഇങ്ങോട്ടാക്കി. ഇതാണ് ഇപ്പം എന്തൊരു ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്ത സാധനമാണ്. അപ്പോൾ അതും കുറേ നല്ല ഓർമ്മകളാണ്. നിസാർ മലയിലും നിയാസ് കല്ലായും അതുപോലെ നമ്മുടെ രേനത്ത എല്ലാവരും ഇതിൻ്റെ ഭാഗമായിരുന്നു. വളരെ നല്ല രീതിയിൽ അത് വിഷ്വൽ ചെയ്ത് ഉണ്ണിമലയിൽ പുറത്തെത്തിച്ചപ്പോൾ അത് ജനങ്ങൾ സ്വീകരിച്ചു. പിന്നെ അതിൻ്റെ ഒരു തരംഗമായിരുന്നല്ലോ അല്ലേ? പക്ഷേ ഇതിൽ ഇന്നെന്ന് പറയുന്നത് നമ്മൾ 5 മിനിറ്റായിരുന്നു വിഷ്വൽ ചെയ്ത്. പക്ഷേ ഇത് ഒരു ടൈമിൽ നമ്മൾ മലപ്പുറം ഇല്ല ഏത് ജീപ്പിൽ കയറി കഴിഞ്ഞാലും ഒരു 1.5 മണിക്കൂർ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ഈ പാട്ട് കേൾക്കാം. ബിക്കോസ് അത് 1.5 മണിക്കൂർ ഈ പാട്ട് ഉണ്ടായിരുന്നു കേൾക്കാൻ. അത് എന്താണെന്ന് ആർക്കും ബോറടിയില്ല. കണ്ടിന്യൂസ് അവർ കേൾക്കുന്ന പാട്ടും ഇപ്പോഴും ടിക്ടോക്കേഴ്സ് ഒക്കെ പലപ്പോഴും ദിൽ ഹേ ഫാത്തിമ അല്ല അതിന്റെ സൗണ്ട് ക്വാളിറ്റി അത് അന്ന് റെക്കോർഡ് ചെയ്തത് 10-12 വർഷം മുന്നേ. 10-12 അല്ലല്ലോ, 15 കൊല്ലത്തിന്റെ മുകളിലായ സാധനം ഇപ്പോഴും സെയിം ക്വാളിറ്റി ഇല്ല. ഇപ്പൊ ചെയ്ത ഡിജിറ്റൽ ക്വാളിറ്റിയിൽ തന്നെ കേൾക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ട സംഭവമാണ് മഞ്ചത്തിപ്പൂ. ഇതിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. എടുത്തു പറയേണ്ടതായ മറ്റൊരു വർക്കാണല്ലോ കലാലയം. ഇതിൻ്റെ 1ഉം 2ഉം ഒക്കെ അവിടെ തന്നെയായിരുന്നു. ഷഫീഖ് റഹ്മാൻ, ഞാൻ, പിന്നെ ഇപ്പോൾ USA നമ്മളെ മനാഫ് അലിയൊക്കെ കിടിലൻ സോങ്സ് പാടിയിട്ടുള്ളൊരു വർക്കാണ്. ഇതിനകത്ത് ഇതിൻ്റെ സെക്കൻഡ് വോളിയാണ്. ഫസ്റ്റ് വോളിയത്തിലെ എന്നും എൻ്റെ ഓർമ്മകളിലും സെക്കൻഡ് വോളിയത്തിലെ വിരഹത്തിൻ വേദനയൊക്കെ ആൾക്കാർ ഇനി പാട്ടാസ്വദിക്കുന്ന കാലത്തോളം ഓർത്തു വെക്കും എന്ന് എനിക്ക് വിശ്വാസമുള്ളൊരു പാട്ടാണ്. കാരണം ആളുകളുടെ മനസ്സിൽ അത് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പാട്ട് എന്താ പറയുക, അത് കാലങ്ങൾ അതിജീവിച്ചു ഇപ്പോഴും. അല്ല ഈ വർക്കിൽ കലാലയത്തിൽ എന്താണ് ഒരു ചെറിയ പയ്യൻ വന്നിട്ട്
എൻ്റെ അടുത്ത് പാട്ടുകളുണ്ട്, ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ ഇത്രയും വയനാട്ടിന് വന്ന ഒരു ചെറിയ പയ്യൻ ഒരു നോട്ട് ബുക്കിനകത്താക്കി കൊണ്ടുവരുമ്പോ ബസ് സ്റ്റാൻഡ് എടുത്താ ഫസ്റ്റ് വരുന്നത്. അപ്പം അന്ന് നിലവില് എന്നെ കൊണ്ട് ഗാലറി വിഷൻ, അതായത് ഷറഫ് ആണല്ലോ ഇതിന്റെ പ്രൊഡ്യൂസർ, ഗാലറി വിഷന്റെ ബാനറിൽ എന്നെ കൊണ്ട് എഴുതിക്കുകയും പാടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. സത്യത്തിൽ വേറൊരാൾ വന്നാൽ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത സന്ദർഭം എന്ന് പറഞ്ഞാൽ, മത്സര ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അത് പോട്ടെ, ഇതൊന്നും ശരിയല്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും അത് ഷറഫ് എടുക്കാൻ പോകുന്നില്ല അവർക്ക്. എന്റെ അടുത്ത് പറഞ്ഞാ നീ നോക്കണ വരികളൊക്കെ എങ്ങനെയുണ്ട്, ഞാൻ നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം നമുക്കൊന്നും എഴുതാൻ സാധിക്കാത്ത അത്രയും മനോഹരമായിട്ട്, നമ്മളൊക്കെ എഴുതുന്ന ശൈലിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് തനി മലയാളിത്തമുള്ള നല്ല ലളിതഗാനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സിനിമാറ്റിക് ആയിട്ടുള്ള നല്ല വരികൾ എഴുതിയിട്ടാണ് ഷഫീഖ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അതിനെ അംഗീകരിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു കലാകാരനല്ലാണ്ട്. എന്താണ് കലാലയത്തിൽ നമ്മൾ ആ അനുപല്ലവിയിൽ ചെറു വരികളുണ്ട്, അതെ തീർച്ചയായിട്ടും. അതുപോലെ വിരയത്തിന് വേദനയൊക്കെ ആയാലും, അതുപോലെ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഈവൻ മനാഫ് അലി പാടിയ കുറേ നല്ല പാട്ടുകൾ, പാടാത്തൊരു ഗാനം, അതുപോലെ എൻകണ്ണിൽ നീയും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വോളിയത്തിൽ മനാഫ് അലി പാടിയ സുന്ദരിപ്പൂവേ ചെമ്പരപ്പൂ ചുംബനം നൽകാമോ, കനകാംബരമാണോ നീ കാമിനിയാണോ, എൻ കാമുകിയാകാൻ സമ്മതമാണോ. നല്ല രസമുള്ള പാട്ടുകൾ. അതുപോലെ പിന്നെ എന്നെ കൊണ്ട് ഷഫീഖ് പാടിച്ച അല്ലോ, അത് പറയാതിരിക്കാൻ പറ്റൂല. സ്വർഗത്തിൽ ഒരു സിത്താറും ഒത്തിരിപ്പുണ്ടാകും എൻ പ്രിയ സ്നേഹിതൻ. ആ പാട്ട് മുഹമ്മദ് റഫീ സാഹിബിനെ കുറിച്ചാണ് ഇപ്പൊ നിലവിലതിനകത്തുള്ളത്. അങ്ങനെ ആകുന്നതിന് മുമ്പ് ഞാൻ എന്നും നിനക്കായി പാടാം പാട്ടിന്റെ റെക്കോർഡിങ് ടൈമിൽ 4 പാട്ട് പാടിക്കഴിഞ്ഞ് ബോധം പോയി. അതായത് ഉറങ്ങാതെ യാത്ര ചെയ്ത് വന്നിട്ട് അങ്ങനെ ബേബി മെമ്മോറിയൽ കൊണ്ടുപോയി കിടത്തി, ട്രിപ്പ് ഇട്ട് അങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് ഞാൻ ICUലാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഓർമ്മകളിൽ പാടാൻ വേണ്ടി ഷഫീഖ് റഹ്മാൻ എഴുതിയുണ്ടാക്കിയ പാട്ടാണ് സ്വർഗത്തിൽ ഒരു ഗീത. ഇത് എപ്പോഴാ പറയുന്നറിയോ, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഒരു ചെറിയ സംഭവത്തിന് പോയതല്ലേ, അതെല്ലാം കഴിഞ്ഞ് ഞാൻ രണ്ടാമത് വന്ന് വീണ്ടും പാടാൻ തുടങ്ങിയപ്പോഴാണ് പാടിക്കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നേരത്തെ പറയുന്നത്. ഒന്നും വിചാരിക്കരുത് അധിക, ഞാൻ കുറേ കരഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് സമർപ്പിക്കണം, അങ്ങനെ എഴുതിയതായത്. ഞാൻ പറഞ്ഞു പറയാ ഞാൻ മരിച്ചു എന്നങ്ങ് തീരുമാനിച്ചല്ലേ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് അവനോട്, അങ്ങനെ എഴുതാൻ പറ്റിയൊരു സിംഗർ നമുക്ക് റഫീ സാബ്, അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇന്ത്യക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന സിംഗേഴ്സിൻ്റെ നിരകളിലുള്ള ഒരാൾ എന്നുള്ള നിലയിൽ റഫീ സാബിനെ ഒരാൾ മറക്കാത്ത. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. അങ്ങനെ റഫീ സാബിൻ്റെ പാട്ടിൻ്റെ കുറേ നല്ല ഹിറ്റ് പാട്ടുകളുടെ ബീജത്തിലൊക്കെ അതിൻ്റെ ഇതാണ് ഇൻസ്ട്രുമെന്റ്സിൽ വായിച്ചിരിക്കുന്നത്. അങ്ങനെ പോയൊരു വർക്ക്. അത് കഴിഞ്ഞ് ഇത് ഭക്തിഗാനങ്ങളിൽ അന്നത്തെ കാലത്ത് ഒരുപാട് തരംഗം സൃഷ്ടിച്ച ആസിഫും അതുപോലെ നിസാമും ഞാനും ജലാലും ഒക്കെ പാടിയ ഹബീബെ റസൂലെ, കുറച്ച് നല്ല പാട്ടുകൾ നല്ല കബീർ എഴുതിയ പാട്ടും ഒക്കെ ഇതിനകത്തുണ്ടല്ലോ. നമ്മളെ തളിപ്പറമ്പുള്ള മൊയ്തു, അമർ മൊയ്തു ഒക്കെയാണ് ഇതിന്റെ ആളുകൾ. അതാണ് ഏറ്റവും എന്റെ കരിയറിൽ ഒരു മാറ്റമുള്ള പാട്ട്. അത് താഴെപ്പോയ ഇപ്പൊ പ്രേമം ഉണ്ട്. അതായത് നമ്മള് നിങ്ങൾ രണ്ടുപേരും മ്യൂസിക് ചെയ്ത സാധനം. ഇത് പ്രേമത്തിന്റെ കാര്യം അറിയാലോ, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്യൂണിലാണ് നമ്മൾ ഈ പാട്ട് ചെയ്യുന്നത്. അത്രമേൽ ആളുകൾ സ്വീകരിച്ച, അതിന്റെ വിഷ്വലൈസിങ് ആണെങ്കിൽ നമ്മളെ VR ജഗന്തേട്ടൻ്റെ ക്യാമറ വർക്കും, അതുപോലെ നമ്മുടെ ഷൂട്ട് ചെയ്ത് ലിയോൺ കെ തോമസിന്റെ സംവിധാനം, അത് വേറൊരു ലെവലിലായിരുന്നു. എല്ലാവരെയും കൂട്ടി പോയിട്ട് ഒരു ടീം തന്നെ പോയിട്ട് അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നു, വരുന്നു, പാട്ട് ഗംഭീരമായി ശ്രദ്ധിക്കപ്പെടുന്നു. അതിൽ പെണ്ണേ നീ ഏതാണ്, എൻ്റെ പേരെന്താണ്, സ്നേഹമിസ്കോളാണ് എൻ്റെ സുന്ദരി, ജലാൽ അഭിനയിച്ച് തകർത്ത് ഞാനൊക്കെ അതിൽ ഒരു ഗുണ്ടാവേഷമൊക്കെ ചെയ്ത സാധനമാണ്. അതുപോലെ അതിലെ ടൈറ്റിൽ സോങ് തന്നെ
അഴകുള്ള താജ്മഹൽ മണ്ണിലുയർന്നതിലുണ്ടൊരു പ്രേമം, അറിവുള്ള കവികൾക്കെല്ലാം ചേലുള്ള കവിത കൊടുത്ത പ്രേമം. പെണ്ണെ എൻ്റെ ഉള്ളിലെ സ്നേഹം അറിയുന്നില്ലേ, ഇത്ര കാലമായിട്ടും ഇത്തിരി കാരുണ്യം തോന്നുന്നില്ലേ. പ്രേമിച്ചോരെല്ലാം നാശത്തിലാണ്, പ്രേമം വിശക്കനിയാണ്, മനുഷ്യനെ കൊടുംചതിയിൽ വീഴ്ത്തിടും തീയാണ്. പക്ഷെ ഇതിന്റെ ഇന്നൊരു കാര്യമുണ്ട് ഷാഫി, ഇതിന്റെ ഒറിജിനൽ റെക്കോർഡ് ചെയ്തിട്ട് പാടിയത് എവിടെയാണ്? എന്റെ തുമ്പപ്പൂ, കൊട്ടാര മുറ്റത്ത് പൂക്കളടർന്നു. അതിൻ്റെ ഇടയിലൊക്കെ പലതും റെക്കോർഡ് ചെയ്യപ്പെട്ടു. പൂനില പുഞ്ചിരി, എന്തെന്നാണ് മുത്തേ മുഹബത്തെ, അങ്ങനൊക്കെ പോയി. പിന്നെ MG ശ്രീകുമാർ സാറിൻ്റെ മുത്ത് ഹബീബി മഞ്ചത്തി, ഇതൊക്കെ വളരെ ബൃഹത്തായ ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് വീണ്ടും പാട്ടുകൾ കേൾക്കാം. അല്ല, ഇതിലാണ് ഷാഫിയോ താജോ ഒരു ഇതെടുക്കാതെ ഒരു എന്താ പറയാ ലിറിക്സ് എഴുതിയിട്ട് ഇന്നാളെ കൊണ്ട് 10 പാട്ട്, അതായത് ഒരേ ആള് 10 പാട്ട് പാടിക്കണം എന്നുള്ള ഇത് നമ്മൾ പാടാതെ മുഴുവൻ പാട്ടും പുള്ളിനെ കൊണ്ട് പാടിക്കുകയും നമ്മൾ ലിറിക്സും മ്യൂസിക്കും മാത്രമായി ഞാനും ആഷിറും ചേർന്ന് എഴുതി. തേജേട്ടൻ്റെ കമ്പോസിഷൻ, പിന്നെ ഞാനും താജുക്കയും കൂടെ കമ്പോസ് ചെയ്ത്, മറ്റേ തേജേട്ടൻ്റെ പ്രോഗ്രാമിങ്, ഞങ്ങളെ കമ്പോസിങ്, ലിറിക്സ് ഞാനും ആഷിറും കൂടെ എഴുതി. അപ്പം അത് അങ്ങനൊരു വർക്ക്. അപ്പം കലാലയത്തിൻ്റെ സെക്കൻഡ് വേർഷൻ, തേർഡ് വേർഷൻ എന്നറിയില്ല, ഉങ്കിൾ മിൻസാർ തേർഡായിരുന്നു. ഇതിനകത്തും ഒരുപാട് നല്ല പാട്ടുകൾ, ആളുകൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളുണ്ടായിരുന്നു. ഇതിനകത്താണ് കനകാംബരം, ചെമ്പകപ്പൂവേ സുന്ദരിപ്പൂവേ, അതും ജീവിതമൊരു പൂന്തോണി, ആ തോണിയിലക്കരെ അക്കരെ ഒഴുകാൻ നീയും വരുമോ തോഴി, ഓ നീയും വരുമോ തോഴി. ഷഫീഖ് റഹ്മാൻ തന്നെ പാടി. അവൻ്റെ ഒരു മാജിക്കൽ വോയിസിൽ അതങ്ങനെ ആളുകൾക്ക് വളരെ ഇഷ്ടമാവുകയും ചെയ്തു. ഞാൻ ഒരു നല്ല ഡാൻസൊക്കെ ചെയ്ത് പിന്നെ അഭിനയിച്ച പാട്ടാണ് എൻ്റെ പൊന്നുരാതെ ചന്തമുള്ള രാധേ മഞ്ചലേറി നീ വരുന്ന നാൾ. ആ പാട്ട്. ജലാൽ ഒരു പാട്ട് പാടി, ഇന്നെൻ്റെ മുല്ലക്ക്. അതുപോലെ എന്നോടൊന്ന് ചിരിച്ചാൽ എന്താ, മനാഫലിൻ്റെ കുറേ പാട്ടുകളുണ്ട് ഇതിനകത്ത്. ഇന്റെ നുങ്കുമ്പക്കോ ഏരിയാവിലെ, അങ്ങനെ ടൈറ്റിൽ സോങ് ഒക്കെ ആയിട്ട്. പിന്നെ അഫ്സൽക്ക, ഷെരീഫ് കാരാനത്ത, താജുക്കൊക്കെയുള്ള തങ്കക്കുരിശ്. റീമേക്കിംഗ് ആൽബങ്ങളെ ഭയങ്കരമായി കേരളത്തിൽ അലയടിപ്പിച്ച എന്നും നിനക്കായി പാടാം, നമുക്ക് ഹമീസെ ചുരാലോ, അതിൻ്റെ മലയാളം വേർഷൻ കവിത ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ VMIDSൽ റെക്കോർഡ് ചെയ്ത അനീസ് ഖാൻ്റെ. അതിനകത്ത് ലിറിക്സ് ചെയ്തിരിക്കുന്ന തന്നെ പുലികളാണ്. ചിറ്റൂർ ഗോപിയേട്ടൻ, രവിയേട്ടൻ ലിറിക്സ് മാത്രമല്ല, ഭയങ്കര അഗ്രഗണ്യനാണ് മറ്റേ ഇതിലും മ്യൂസിക്കിലും കമ്പോസിങ്ങിലും നല്ലൊരു മ്യൂസീഷ്യനാണ്. രവിയേട്ടൻ്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അൻവർ ചേതന പാടിയ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്, രവിയേട്ടൻ ചെയ്തൊരു പാട്ട്. അൻവർ ചേതന അത് പാടിയതെന്ന് പറഞ്ഞാൽ ആസാദി ഫീലിലാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. അതുപോലെ നമ്മളൊന്നും പാടിയാൽ എത്തൂല ആ സാധനം. നാളെ നിൻ കല്യാണ രാത്രിയാണ്, സഖിയലങ്കാരപ്പൊലിവിലാണ്, നല്ല മയിൽ പീലി തണ്ടുപോലെ കൽബാം കിതാബിനകത്തു വെച്ച് നിധി പോലെ സൂക്ഷിച്ച നീ പിരിയും, വരുവോളം ഞാൻ നിന്നെ കാത്തിരിക്കും സഖി, മരണം വരെ നിന്നെ ഓർത്തിരിക്കും. കിടലം പാട്ട്. രവി കപൂറത്തിനെ ഓർക്കുമ്പോൾ ഞാൻ എപ്പോൾ ഓർക്കുന്നൊരു പാട്ടാണ്. അതുപോലെ ജലീൽ കെ ബാവ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ആരാണ്? അസ്ലം ഹരിത. റഹനത്തെയും ഷെയ്ക്കയാണ് ഫീമെയിൽ ആർട്ടിസ്റ്റാണ്. മാനം കുതിരുമ്പോൾ മൗനം പൊഴിയുമ്പോൾ കവിതേ നിൻ കവിളിൽ
കളഭം പകരാം നാലാളും. അപ്പൊ ഫീമെയിൽ വേർഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നാലാളും അവര് എന്നും നിനക്കായി പാടാം. ഒരു അല്ലെങ്കിൽ ഈ ഡിവോഷണൽ മുസ്ലിം ഡിവോഷണൽ ഭക്തി ഗാനങ്ങളുടെ ശാഖയിൽ അന്ന് വരെ ചെയ്തതിൻ്റെ എല്ലാ പാറ്റേണിനെ മാറ്റിമറിച്ചുകൊണ്ട് 60ഓളം ട്രാക്കുകൾ നമ്മൾ അക്കോസ്റ്റിക് വായിപ്പിച്ച് മിക്സ് ചെയ്ത സാധനം. അന്ന് നമ്മുടെ മൂസക്കടക്കം എല്ലാവരും ആ പാട്ടിൻ്റെ നമ്മളാ ക്രിയേഷന് വളരെ വലിയ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളൊക്കെ അറിയിച്ച പാട്ട്. അതുപോലെ തന്നെ ജനങ്ങൾ സ്വീകരിക്കുകയും ഷെരീഫ്ക്കൊക്കെ എവിടെ പാടുമ്പോൾ ആളുകൾ ഇപ്പോൾ ഷെരീഫ് ഖാനെ കണ്ടാൽ തന്നെ സ്റ്റേജിൽ നിന്ന് പാടാൻ പറയുകയൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത പാട്ട്. റിയാലിറ്റി ഷോസിൽ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോകളിൽ വലിയ മാർക്കോടുകൂടി കുട്ടികൾ പാടിയ അജ്മൽ അങ്ങനെ പിന്നെ ആരൊക്കെയോ പാടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മറ്റേ നമ്മളെ ഏതാ ഒരു ബാൻഡ് സെറ്റപ്പിലൊക്കെ പാടുന്ന ഒരു ചാനലുണ്ടല്ലോ, അതിനകത്ത് മലയാളത്തിൽ അതിനകത്ത് നമ്മുടെ ഹിഷാം അബ്ദുൽ വഹാബ് പാടിയിട്ടുണ്ട് താജ്ദാര മദീന. വേറൊരു പാറ്റേൺ നല്ല രസമായിട്ട് നല്ല. അല്ല, എനിക്ക് ഇതിൽ എന്താണ് ഷെരീഫ് ക എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഷെരീഫ് ക മാക്സിമം ഒരു പാട്ട് പാടാൻ ഒരു 1/2 മണിക്കൂർ ബൂത്ത് കയറും, ഷെരീഫ് ക പുറത്തിറങ്ങും. ഈ പാട്ട് പാടാൻ കയറിയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പറയും. എപ്പോഴും പറയും അരനോട്ട് കുറച്ചൊന്നുമില്ലടാ നീ. അതിന്റെ സ്റ്റാർട്ടിങ്ങില് ഒക്കെ പാടിയത്. പിന്നെ അതിനകത്ത് ഒരുപാട് നല്ല പാട്ടുകൾ, നല്ലതെന്ന് ജനങ്ങൾ പറഞ്ഞ പാട്ടുകൾ ഒരുപാടുണ്ട്. നല്ല വിഷയം എല്ലാ നല്ല ആർട്ടിസ്റ്റുകൾ ചില ഓർക്കസ്ട്രേഷൻ ശശിയുടെ പ്രോഗ്രാമിങ് ഒരു രക്ഷയില്ലാത്ത എടുത്തു പറയപ്പെടേണ്ട. അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് എന്തിനും റെഡി ആയിരുന്നു. കള്ളിപ്പെണ്ണയൊക്കെ നമ്മൾ അവിടെ ചെയ്താണ്, നീല് കണ്ടില്ല. ഒരു പാട്ടാണ്, പക്ഷെ ആൽബം വിറ്റുപോയ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കരമായ ഓർമ്മ. പിന്നെ ഇതിൽ നിന്ന് പടത്തിലേക്ക് എത്തിയപ്പോൾ എന്തൊരു ഫീൽ ഉണ്ടായിരുന്നു. ബിക്കോസ് അവിടെ ഓൾറെഡി കുറച്ച് നല്ല ആൾക്കാർ ഗിരീഷ് ചേട്ടനെയൊക്കെ കണ്ട് പോയ ഒരാള് അന്ന് പറഞ്ഞു എനിക്ക് എപ്പോഴെങ്കിലും ഒരു പടത്തിൽ എഴുതണം. പിന്നെ ആദ്യമായിട്ട് പടത്തിൽ എഴുതാനുള്ള അവസരം ആദ്യം ശരിക്കും കിട്ടുന്നത് നമ്മുടെ മിലേനത്തിന്റെ ഒരു കെയർ ഓഫില് തേജേട്ടൻ മ്യൂസിക് ചെയ്ത തേനീച്ചയും പീരങ്കിപ്പടയും അതാണ് ന്യൂ കമേഴ്സ് ചെയ്തിട്ടുള്ള. അങ്ങനെ ഹിറ്റായ ഒരു പടമൊന്നുമില്ല. അതിനകത്തൊരു പിന്നെ ക്ലബ് ഡാൻസിൻ്റെ ഇതാണ് ആദ്യം എഴുതാൻ കിട്ടിയത്. പിന്നെ റീമേക്കിംഗ് സിനിമ സിൽക്ക് എന്ന് പറഞ്ഞ സിൽക്ക് സ്മിതൻ്റെ ഒരു ബയോപിക് സിനിമയാക്കിയിട്ട് കന്നഡ മൂവി മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ 5 or 6 പാട്ടുകൾ അതിനകത്ത് നിലയത്തിന് വേണ്ടി ഞാൻ എഴുതി. അങ്ങനെയാണ് അതിനകത്ത് ദിയാവുല്ലക്ക് പാടിയിരുന്നു. പിന്നെ നമ്മുടെ കുറേ കവാലികൾ പാടിയിരുന്നു. അങ്ങനെ സൂഫിയും സുജാതയിൽ കുറച്ച് സൂഫി ടൈപ്പ് ലിറിക്സ് വേണം. അത് സോങ്ങിൽ മാത്രമല്ല BGMലൊക്കെ. അപ്പോൾ MJC സാറിൻ്റെ MJ ചന്ദ്ര സാറിൻ്റെ ഈണത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതിന് മിർച്ചി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, സോങ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് പിന്നെ അൽക്കറാം എന്ന് പറഞ്ഞൊരു മൂവി, അതിപ്പം പകുതി ഷൂട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ കോവിഡിൻ്റെ സമയത്ത് നിന്ന് പോയതാണ്. ഇനിയിപ്പം റീസ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് കുമാർ സാനു അതുപോലെ ചിത്ര ചേച്ചിയും കൂടെ പാടിയ ഒരു മുഴുനീള ഹിന്ദി സോങ്, മലയാള പടത്തിലെ ഹിന്ദി സോങ്, ലവ് സോങ് ആണ്, ഞാൻ എഴുതി. അപ്പം അത് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഒരു വലിയ കോള് നമുക്ക് കിട്ടുന്നത് പ്രിയദർശൻ സാറിൻ്റെ മരക്കാറിൽ. അത് മരക്കാർ അറബിക്കലിൻ്റെ സിനിമ ലാലേട്ടൻ്റെ പ്രിയദർശൻ സാർ, അതിൽ വിനീത് ശ്രീനിവാസനും പാടിയിട്ടുള്ള പാട്ടിൽ സൂഫി വേർഷൻ എഴുതാനുള്ള ഭാഗ്യം കിട്ടി. അത് കഴിഞ്ഞ് പിന്നീട് എഴുതുന്നത് ഇപ്പം റീസെൻ്റ്ലി ഞാൻ എഴുതിയത് നമ്മുടെ ഇതിനകത്ത് കൊത്ത് എന്ന് പറഞ്ഞൊരു പടം. അതായത് സിബിമലി സാറ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടം, ആസിഫ് അലി, അതിനകത്ത് ഒരു സിറ്റുവേഷൻ സോങ് എഴുതി. പിന്നെ എഴുത്ത് അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയിലാണ് തല്ലുമാലയിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടുന്നത്. അത് അവർ ഇങ്ങോട്ട് ഖാലിദ് റഹ്മാൻ്റെ ഒരു സെഷനായിരുന്നു എന്നെ ആളിയ പ്രോഡ് ഏൽപ്പിക്കുക എന്നുള്ളത്. അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതെ, ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളി നമ്മളെ വിളിച്ചു തരുമ്പോൾ നല്ലൊരു അവസരം തന്നെ തന്നു. എന്നെക്കൊണ്ടാവും പോലെ ഞാൻ നന്നാക്കി ശ്രമിച്ചിട്ടുണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. വലിയ കാര്യം. തുടർന്നും സിനിമകളിൽ മുന്നോട്ട് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്.
എനിക്ക് സിനിമയിൽ പാടുന്നതിനേക്കാളും പണ്ടും ഇന്നും അഭിനയിക്കണം എന്നുള്ളൂ. അല്ല ഷാഫിന്റെ അഭിനയങ്ങൾ പണ്ട് ചെറിയ വർക്കായാലും ചെറിയ നമ്മൾ അതില് ആഗ്രഹങ്ങൾ വലിയ അവസരം ഇല്ലാത്തതുകൊണ്ട് അതിൽ തീർത്തോണ്ടിരുന്നാണ്. അതെ, ഇപ്പൊ ഇതിൽ കിട്ടുന്നോണ്ട് ഇതിൽ പോകുന്നുണ്ട്. ഇനിയും നെക്സ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് ഷാഫി. എന്താ പറയാ, ഇത്രയും കാലങ്ങളായാലും നമ്മുടെ ബന്ധങ്ങൾ ഉണ്ട് ഫോണിൽ കൂടി. ഇത്രയും കാലം ബന്ധങ്ങൾ നമ്മൾ ഫോണിൽ കൂടി വാർത്തയുണ്ടായിരുന്നു. എന്നാലും ഷാഫിയും ഞാനും വിളിക്കാറുണ്ട്. ചിലപ്പം അങ്ങനെ ടച്ചിലെങ്കിൽ പോലും ഇവിടെ വന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പറയാൻ, മനസ്സ് തുറക്കാനുള്ള ഒരു കാര്യം ഉണ്ടായത് വളരെ നല്ലതാണ്. അല്ല, തീർച്ചയായിട്ടും അത് നമ്മള് അന്ന് വെറും റെക്കോർഡിങ്ങും കാര്യങ്ങളും മാത്രമായിരുന്നില്ല. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു നിലവാരത്തിലല്ല ഞാൻ നിങ്ങളെ കാണുന്നത്, നിങ്ങൾ എന്നെ കാണുന്നു ഒന്നും. കഴിഞ്ഞ ദിവസം മഹേഷേട്ടൻ ഒരു സംഭവം പറയണ്ടേ, ഞാനപ്പോൾ ഓർത്തെടുത്ത് എൻ്റെ ഓർമ്മയിലുള്ളതാണ്. പിന്നെ ഫസ്റ്റ് റെക്കോർഡിങ്ങിന് സ്വപ്നവാതിലുമാൻ്റെ റെക്കോർഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകുന്ന സമയത്ത് 2-3 ദിവസം അടുപ്പിച്ച് ഞാൻ ഒരേ ജുബ്ബ ഇട്ടിട്ട് വരുന്നു. ഒരു ജുബ്ബയാണ്. അപ്പം മഹേഷേട്ടൻ അന്ന് എന്നെ സ്വകാര്യമായിട്ട് വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു, ഇതെന്താണ് ഇത്? അപ്പം ഞാൻ പറഞ്ഞു, ഇത് വൈഫിൻ്റെ സാരി ഇതുകൊണ്ട് അടിച്ച ജുബ്ബയാണ്. ഇപ്പം നിങ്ങളെല്ലാം മുന്നിൽ വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇടാനിപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുടുക്കില്ലാത്തതും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സാണ്. അപ്പം കൊയിലാണ്ടി ടൗണിന്ന് കോഴിക്കോടേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ ദൂരത്ത് പോകുമ്പോൾ പോലെയാണ് അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ കുറേ നല്ല ആൾക്കാരുടെ ഇടയിൽ പോകുമ്പോൾ മോശമായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതാണ് മാറാണ്ട് ഇത് തന്നെ ഇട്ടിട്ട് വരുന്നതെന്ന് അന്ന് ഞാൻ മറുപടി പറഞ്ഞ ഓർമ്മയുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് മണിക്കൂറിൽ മാറ്റാനുള്ള ഡ്രസ്സൊക്കെ ഉള്ളൊരവസ്ഥയുണ്ട്. പക്ഷേ ഓർമ്മകൾ, അന്നത്തെ ആ ഒരു ഓർമ്മകളും, അന്ന് ഒരേ ദിവസം 12 സോങ് ഞാൻ റെക്കോർഡിങ്ങിന് നിന്നത് അവസ്ഥ. അപ്പോൾ ഈ പ്രൊഡ്യൂസർമാർക്ക് പലപ്പോഴും എന്നെ കിട്ടുന്നില്ല എന്നുള്ള പരാതി വന്നപ്പോൾ, അതായത് നമ്മളങ്ങനെ ഡിമാൻഡാക്കി നടന്നിട്ടല്ല അത്. എനിക്ക് കിട്ടാവുന്ന അവസരങ്ങളിൽ ഞാനങ്ങനെ ഗാനമേളകളും അതും ഇതൊക്കെ ഏറ്റെടുത്ത് അതിൻ്റെ ഇടയിൽ റെക്കോർഡിങ് ഏറ്റെടുത്ത് ചില സ്ഥലത്ത് പോകാൻ കഴിയും, ചില സ്ഥലത്ത് നേരം വൈകി പോകുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ എല്ലാവരും കൂടെ 2-3 പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു വർക്കുകൾ ഒരുമിച്ച് പാടാണ്ടായിരുന്നു. ചിലർക്ക് 4 പാട്ട്, ചിലർക്ക് 3 പാട്ടൊക്കെ ആയിട്ട് നേരെ മഹേഷേട്ടൻ്റെ അടുത്ത് പോയിട്ട് പൈസ കൊടുത്തിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, വന്നാൽ ഇതെല്ലാം കൂടി ഒരു ദിവസം പാടിക്കുക. അങ്ങനെ ഒരു ദിവസം 12 പാട്ട് റെക്കോർഡ് ചെയ്ത അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പിന്നെയും ചർച്ച ചെയ്തു. ഏതായാലും ഒരുപാട് സന്തോഷം, കുറേ അധികം മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞു. എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒക്കെ ഇങ്ങനത്തെ വന്ന വഴികളിലെ കുറേ കാര്യങ്ങൾ കേൾക്കാൻ, നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഈ ഒരു വിഷ്വൽ വീഡിയോ സമർപ്പിക്കുന്നു. ഇതൊരു ഇൻ്റർവ്യൂ ആയിട്ടൊന്നും എടുക്കാനില്ല. ഇത് നമ്മൾ മനസ്സ് തുറന്ന് കുറച്ച് നേരം സംസാരിച്ചു പഴയ സുഹൃത്തുക്കൾ. അപ്പോൾ നിങ്ങളെ ആ സമയത്ത് CD ഒക്കെ വാങ്ങിച്ച പലർക്കും, ഞാനീ പറഞ്ഞ വർക്കുകളിലെ പാട്ടുകളൊക്കെ കേട്ടുള്ള പലർക്കും ഓർമ്മകൾ ഈ സമയത്ത് കടന്നു പോയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഞങ്ങളുടെ ഈ സംസാരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ല വരട്ടെ. വീണ്ടും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഒരുമിക്കാം. പുതിയ പടം വിശേഷങ്ങളും എല്ലാമായിട്ട് ദുബായ് വരുമ്പോൾ ഷാഫിനെ കാണും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.